അവണി, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് നീ ഹോസ്പിറ്റലിൽ പോയത് ഗർഭിണിയാണെന്ന് ഉറപ്പിക്കാനും അതിൻ്റെ ആവശ്യങ്ങൾക്കുമെന്നാണ്. നീ അതിനല്ലേ പോയത്? പറ. അമ്മയോട് പറ അവണി. എത്ര ഓടി വിളിച്ചാലും എനിക്ക് നിന്റെ വായിൽ നിന്ന് സത്യം അറിയണം. സുധാമണി, ഇത് കഴിഞ്ഞിട്ട് നിങ്ങളെയും പിന്നെ അവളുടെ മെറ്റവനെയും ഈ മോഹനം വിശദമായിട്ടൊന്ന് കാണുന്നുണ്ട്. അഞ്ജു, അവനെ എപ്പോൾ ഡോർ തുറന്നാലും എന്നോട് പറയണം. ഇതിന്റെ മറുപടി എനിക്ക് അവളുടെ വായിന്ന് തന്നെ കേൾക്കണം. അത് ഞാൻ ഏറ്റമ്മ. എന്റെ മൂത്ത മോളെപ്പോലെ ഞാൻ സുധനെ കണ്ടത്. സുധേ ഇതിനൊക്കെ കൂട്ടു നിന്നല്ലോ. അച്ഛമ്മ, എന്താ പ്രശ്നം? അച്ഛമ്മ കരയാണോ? എന്തു പറ്റി? എനിക്കറിയില്ല മോളെ, ആരാ ശരി ആരാ തെറ്റെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. ഇതൊക്കെ കാണാനാണല്ലോ ദൈവം എന്നെ ഇങ്ങനെ ഇട്ടേക്കുന്നത്. കരയല്ലേ? എന്താ കൊച്ചിച്ച പ്രശ്നം? അച്ഛമ്മ തന്നെ കരയണേ? പ്രശ്നമൊന്നുമില്ല, ചെറിയ ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ അച്ഛനും അമ്മയും വഴക്കാണോ? ഏയ്, ഞങ്ങളെല്ലാരും ഇല്ലേ, അങ്ങനെ വഴക്കൊന്നും ആവില്ല. ഉറപ്പാണോ കൊച്ചച്ച? സാധാരണ അച്ഛമ്മ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നേ, പക്ഷെ ഇപ്പൊ ഇങ്ങനെ കരയുന്ന കണ്ട ഇതൊക്കെ കാണുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ കുറച്ചു നേരം പുറത്തു പോയിരിക്കുക. എന്നാ ഞങ്ങള് വാണിയമ്മേന്റെ അടുത്ത് പോട്ടെ അച്ഛമ്മേ? വേണ്ട, വാണിയമ്മ കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കട്ടെ, ശല്യപ്പെടുത്തണ്ട കേട്ടോ. ചെല്ല്, നിങ്ങൾ പുറത്തു പോയി കളിക്കുക. ശരി അച്ഛമ്മേ. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ